സർ, പിടികിട്ടാതെ പി സി ജോർജ്. പോലീസ് ഇങ്ങനെ പിന്നാലെ ഓടുകയാണ്. പി സി ജോർജിന് മൈലേജ് കിട്ടുമെന്ന ഭയമാണോ പിണറായിയെ ഇങ്ങനെ പിടിക്കണ്ട എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുന്നത്? പി സി ജോർജിന്റെ മൈലേജ് അല്ല, മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടുമെന്നുള്ള വ്യാജേനയാണ് പി സി ജോർജിന്റെ പുറയിൽ ഇപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നടക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് അതിൻ്റെതാണ്. ഇപ്പൊ പിണറായി പിടിക്കുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് ആരെങ്കിലും കൊണ്ട് കേസ് കൊടുത്താൽ ആ കേസിനകത്ത് ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ വേണ്ടിയുള്ള തെളിവുകൾ ഉൾപ്പെടെ നമ്മുടെ ജനം ടി വിയിൽ പറഞ്ഞ ചർച്ചയ്ക്ക് ഉൾപ്പെടെയാണല്ലോ കൊടുക്കുന്നത്. അപ്പൊ അത് കേസെടുത്തേ മതിയാകത്തുള്ളൂ. പക്ഷേ പി സി ജോർജ് ഇതിനെ പിടിച്ച് ഞങ്ങൾ കൊടുത്താൽ ഞങ്ങളാണ് ആദ്യം പിടിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കോട്ട്, ഞങ്ങളാണ് പിടിപ്പിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക്, കോൺഗ്രസ്സുകാരൻ പറയുന്നത് ഞങ്ങൾക്കോട്ട്. അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ്സുകാരൻ ഇവിടുത്തെ ലീഗിന്റെ വിദ്യാർത്ഥി സംഘടന നിൽക്കുന്നതിനെക്കാട്ടി വലിയ താല്പര്യത്തിൽ പി സി ജോർജിനെ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഇത് മനസ്സിലാകുന്നില്ല. കാരണം ഈ രാഷ്ട്രീയത്തിനകത്ത് ഇത് ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിനാണ് പി സി കൊണ്ടെത്തിക്കാൻ പോകുന്നത്. കാരണം ഇതിനകത്ത് പി സി ജോർജ് പറഞ്ഞതിനകത്ത് കാര്യങ്ങളെ പറ്റി ഇപ്പൊ നമ്മളെടുക്കുന്ന അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന ടോക്കുകൾക്കൊക്കെ താഴേക്ക് വരുന്ന നമ്മുടെ വ്യൂവേഴ്സിന്റെ പലരുടെയും ചർച്ച കാണുമ്പോൾ നമുക്ക് മനസ്സിലായി പി സി ജോർജ് എന്ത് പറഞ്ഞു എന്ന് അവർ ചോദിക്കുന്നു. പി സി ജോർജ് പറഞ്ഞതിനകത്ത് ന്യായമില്ല എന്ന് അവർ ചോദിക്കുന്നു. പി സി ജോർജ് പറഞ്ഞത് ഇവിടുത്തെ ടെററിസ്റ്റുകളെ പറ്റിയാണ്, ആനപ്പുറത്ത് കയറ്റുന്ന ഹമാസിനെ പറ്റിയാണ്. അവന് വേണ്ടി ഇവിടെ അവന്റെ കയ്യിൽ നിന്ന് അച്ചാരം മേടിച്ചിട്ട് അവന് വേണ്ടി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ പറ്റിയാണ്. അവൻ മറ്റ് സമുദായത്തിനെതിരെ പറയുന്ന കാര്യങ്ങൾ പിടിക്കാനെടുത്ത രാഷ്ട്രീയ പാർട്ടികൾ ഇല്ല എന്നതിനെ പറ്റിയാണ്. അപ്പൊ മതേതര ജനാധിപത്യ സംവിധാനത്തിൽ കൂടി നിൽക്കുന്ന ഇവിടുത്തെ മറ്റ് പാർട്ടികൾ ഒരു വിഭാഗത്തിന്റെ മാത്രം വോട്ടിന് വേണ്ടി, അല്ലെങ്കിൽ 10-30% വോട്ട് കേരളത്തിൽ അവർക്കുള്ളത് കൊണ്ട് രാജ്യം എതിർക്കുന്ന, ലോകം എതിർക്കുന്ന ഹമാസിനെ പോലുള്ള തീവ്രവാദികളെ ആനപ്പുറത്ത് കയറ്റിയാലും അതിന് കുഴപ്പമില്ലാത്ത ഒരവസ്ഥയും അതിനെതിരെ കേസ് ഏറ്റെടുക്കാത്ത ഒരവസ്ഥയിലേക്കും കാര്യങ്ങൾ പോകുന്നതാണ് പി സി ജോർജ് പറഞ്ഞത്. ഇത് വളരെ കൃത്യമായ ബി ജെ പിയുടെ പൊളിറ്റിക്സാണ്. ബി ജെ പി ദേശീയ തലത്തിൽ പറയുന്ന പൊളിറ്റിക്സ് ആണ്, നരേന്ദ്രമോദി പറയുന്ന പൊളിറ്റിക്സ് ആണ്, അമിത്ഷാ പറയുന്ന പൊളിറ്റിക്സ് ആണ്, അല്ലെങ്കിൽ ഈ പറയുന്ന യോഗി ആദിത്യനാഥിന്റെ പൊളിറ്റിക്സ് ആണ്. ആ പൊളിറ്റിക്സിലേക്കാണ് പി സി ജോർജ് ഇവിടെ വന്നത്. ഇവിടെ നമ്മൾ കേരളത്തിൽ കാണുന്നത് ഇവിടുത്തെ ബി ജെ പി നേതാക്കന്മാർക്ക് കേരളത്തിൽ 30% വോട്ട് മുസ്ലിങ്ങൾക്കുള്ളത് കൊണ്ട് ആ മുസ്ലിങ്ങളുടെ നാളെക്കാലത്തെ ഒരു വോട്ട് കിട്ടുമോ എന്ന് കണ്ട് അവരെ ഒന്നും പറയാതെ പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ ആരൊക്കെയോ ഭയന്ന് അവരെ ഒന്നും പറയാതെ പോകുന്ന അവസ്ഥ. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഇവരുമായിട്ട്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുമായിട്ടും, അല്ലെങ്കിൽ മറ്റ് മുസ്ലിം സമുദായ അംഗങ്ങളുമായിട്ടൊക്കെ ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് ബന്ധമുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന ഒരവസ്ഥ. അങ്ങനെ ബന്ധമൊന്നും ഉണ്ടാവത്തില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇപ്പം പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യട്ടെ, പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നു, പി സി ജോർജ് അറസ്റ്റ് വരിക്കുന്നത്. അപ്പം ആ അറസ്റ്റിലൂടെ ബി ജെ പി ചെയ്യേണ്ടത്, ബി ജെ പിക്ക് രാഷ്ട്രീയ ലാഭ്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇവിടെ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും, ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു, അവരുടെ വോട്ടും ഭൂരിപക്ഷത്തിന്റെ വോട്ടും ഏകദേശം ഒന്നാണ്. 48% ഹിന്ദു വോട്ടുകൾ ഉള്ളപ്പോൾ 45% ക്രിസ്ത്യനും മുസ്ലിം വോട്ടുകളും കൂടിയുണ്ട്. ഇവിടുത്തെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കൂ. ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒരു കാരണവശാലും കേരളത്തിലെ മുസ്ലിങ്ങൾ അടുത്തിടയ്ക്കൊന്നും ഇവിടുത്തെ ബി ജെ പിക്ക് വോട്ട് ചെയ്യത്തില്ല. ഇന്ത്യ മൊത്തത്തിലുള്ള കാര്യം നമ്മൾ പറയുന്നില്ല. ഇന്ത്യയിൽ ഇപ്പം ഉത്തർപ്രദേശ്, യു പി ഉൾപ്പെടെ യോഗിക്ക് വോട്ട് ചെയ്യുന്ന മുസ്ലിങ്ങളാണ്. ഇപ്പൊ ഏറ്റവും അവസാനം അയോധ്യ നിയമസഭാ മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം എടുത്ത് 50,000 വോട്ടിന്റെ യോഗിയുടെ സ്ഥാനാർത്ഥി അവിടെ ജയിക്കുന്നത്. അപ്പൊ അവിടുത്തെ കാര്യമൊക്കെ ഇവിടെ അവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഉൾപ്പെടെ ബോധമുണ്ടെന്ന് പറയുമ്പോൾ, നമ്മൾ കേരളക്കാരാണെങ്കിലും പ്രബുദ്ധരാണ് എന്ന് നമ്മൾ വാശി പിടിക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് പ്രബുദ്ധതയൊന്നുമില്ല. നമ്മൾക്ക് ചില വിഷയങ്ങൾ വരുമ്പോൾ പ്രബുദ്ധതയൊന്നുമില്ല, ചില താല്പര്യങ്ങൾ മാത്രം വേണം. അപ്പൊ കേരളത്തിൽ 2024 അതിനു മുമ്പ് നടക്കുന്ന അല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളെയൊക്കെ ഫേസ് ചെയ്യാൻ പോകുന്ന ഇവിടുത്തെ ബി ജെ പി ഉയർത്തേണ്ട മുദ്രാവാക്യം ഉയർത്തിയതിന്റെ പേരിലാണ് പി സി അകത്ത് പോകാൻ പോകുന്നത്. അതാണ് ഇവിടെ ഓരോ ബി ജെ പിക്കാരനും ഇനി വീടുകളിൽ കയറി പറയേണ്ടത്. അല്ലെങ്കിൽ ക്രിസ്ത്യൻ, കാരണം 15% വരുന്ന ക്രിസ്ത്യൻ വോട്ടുകളെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോയാൽ മാത്രമേ കേരളത്തിൽ ബി ജെ പിക്ക് വളരെ കൃത്യമായി അധികാരത്തിൽ വരുന്നതിന് വേണ്ടി സാധ്യമാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകത്തുള്ളൂ. അപ്പം ഞാനീ പറഞ്ഞത് പി സിയുടെ അറസ്റ്റോടുകൂടി, പി സിയുടെ അറസ്റ്റിന് കാരണമായ മുദ്രാവാക്യം ബി ജെ പിയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ്. അത് ആരെങ്കിലും എടുത്തുകൊണ്ട് വരണം എന്ന് വിചാരിച്ചിട്ട് പി സി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പി സി എടുത്തുകൊണ്ട് വരുമ്പോൾ പി സിക്ക് ഒരു പ്രത്യേകത, ക്രിസ്ത്യൻ സമുദായ അംഗമാണ് പി സി. വളരെ കൂടുതലായിട്ട് ഈ ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് ഇൻവോൾവ്മെന്റ് ഉള്ള ആളാണ്. അല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാരുമായിട്ട് സമാധാനത്തെ സംസാരിക്കാനും ഒരു കാര്യം ആർജവത്തോടുകൂടി സംസാരിക്കാനും കഴിയുന്ന ഒരാളാണ്. ഈ പാർട്ടിക്ക് അകത്ത് വരുന്നതിന് മുമ്പേ ഈ പാർട്ടിക്ക് നേരിടേണ്ടി വന്ന പീഡനങ്ങൾക്കെതിരെ പരസ്യമായിട്ട് നെഞ്ചു വിരിച്ചു നിന്ന ആളാണ്. ഇവിടെ ആർ എസ് എസ് ഉണ്ടായിരുന്നു. പക്ഷെ ആർ എസ് എസിന്റെ ഭാഗമല്ലാത്തതും ബി ജെ പിയുടെ ഭാഗമല്ലാത്തപ്പോഴും പല വിഷയങ്ങളും, ക്രിസ്ത്യാനികളുടെ വിഷയങ്ങൾ, അരമനയുടെ വിഷയങ്ങൾ, ലവ് ജിഹാദിന്റെ വിഷയങ്ങൾ, പള്ളിയിലത്തിന്റെ നെഞ്ചത്ത് കൂട്ടു ഇടിച്ച വിഷയങ്ങൾ, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ പറയുന്ന മുസ്ലിം ടെററിസ്റ്റ് ഗ്രൂപ്പ് അവർക്ക്
ക്രിസ്ത്യൻ സമൂഹത്തിന് എതിരെ വാളൂങ്ങിയപ്പോഴെല്ലാം പരസ്യമായിട്ട് പറയാൻ ഇവിടുത്തെ ഒരു ക്രിസ്ത്യാനി നേതാവില്ലായിരുന്നു. അതിനകത്ത് മാണി ഗ്രൂപ്പില്ല, കോൺഗ്രസിനകത്ത് ക്രിസ്ത്യൻ എംപിമാരോ MLA മാരോ ഇല്ല, മാർക്സിസ്റ്റ് പാർട്ടിക്കാരനില്ല. അപ്പോൾ ആ രീതിയിലേക്ക് ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ ഇടയ്ക്കും അല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാരുടെയും ഈ വിഷയം കൊണ്ടുകയറുന്നതിന് വേണ്ടി സാധിക്കും. അങ്ങനെ കൊണ്ടുകയറി അവർക്ക് മനസ്സിലായാൽ മാത്രമേ, അവരുടെ ഭാഗമാണ് BJP എന്ന് മനസ്സിലായാൽ മാത്രമേ, അവർക്ക് നാളെക്കാലത്തെ ഒരു വിഷയം വന്നാൽ അത് ഏറ്റെടുക്കാൻ പറ്റുന്ന നേതാവ് PC ജോർജും അല്ലെങ്കിൽ BJP ആണെന്ന് കണ്ട് വോട്ട് ചെയ്യിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വോട്ട് ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലും അവരെ എത്തിച്ചാൽ മാത്രമേ BJPക്ക് ഇവിടെ ഈ പറയുന്നത് പോലെ നാളെക്കാലത്തെ പ്രതിപക്ഷത്ത് അല്ലെങ്കിൽ ഭരണപക്ഷത്ത് വളരെ കൃത്യമായ ഈ അധികാര സ്ഥാനങ്ങൾ വരുന്നതിന് വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പൊ അത് നമുക്കറിയാം. PC ജോർജ് നിങ്ങൾ ഈ പറയുന്നത് കുറഞ്ഞ കക്ഷിയല്ല. PC ജോർജിനെ പറ്റി നമ്മൾ പറയുമ്പോൾ PC ജോർജ് ഇന്ന് ഇസ്രായേൽ താരമാണ്. ഇസ്രായേലില് നമുക്കറിയാവുന്ന നേതാവെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയേ ഉള്ളൂ. പിന്നെ അമിത്ഷാ മറ്റ് പ്രധാനപ്പെട്ട കക്ഷികളെയൊക്കെ അറിയാം. നരേന്ദ്രമോദി ഇസ്രായേലില് നെതന്യാഹുവിനെ അറിയാം. ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ ഇസ്രായേലിൽ ഇപ്പൊ PC ജോർജിനെ അറിയാം. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹമാസിന്റെ വിഷയം ഈ ദേശീയ തലത്തിൽ ഏറ്റെടുത്തപ്പോൾ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ സൗദിയിലെ പത്രങ്ങളും അല്ലെങ്കിൽ ഇസ്രായേലിലെ പത്രങ്ങളും ഒക്കെ അത് ചർച്ച ചെയ്തപ്പോൾ ഹമാസ് ഒരു പക്ഷേ പാലസ്തീനിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണെന്നൊക്കെ പറഞ്ഞ നമ്മളോട് ആശങ്ക രേഖപ്പെടുത്തിയ ഇസ്രായേൽ ഭരണകൂടവും അല്ലെങ്കിൽ അവിടുത്തെ പത്രങ്ങളും PC ജോർജിന്റെ പേര് ഹമാസിനെതിരെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വേട്ടയാടുന്നു എന്നുള്ള രീതി അവർ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ശരിയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരിയില്ലാതിരിക്കാൻ സാധ്യതയില്ല. കാരണം മൊസാദ് പോലെയുള്ള സംഘടനയും ലോകത്തെവിടെ അവർക്കെതിരെ ഒരു നീക്കവും ഹമാസും ഒക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റുന്ന ഒരു രാജ്യവും ആ സംവിധാനവും ഒക്കെ ഉള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. അപ്പൊ ആ രീതിയിലാണ് PC ജോർജ്. അപ്പൊ മോദിക്ക് ശേഷം PC ജോർജിനെ ഇസ്രായേലുകാർ പോലും ചർച്ചാ വിഷയമാക്കുമ്പോൾ BJPക്ക് അദ്ദേഹം പറഞ്ഞ വിഷയവും അദ്ദേഹത്തെ മുൻനിർത്തി ആ വിഷയവുമായിട്ട് മുന്നോട്ട് പോയ വളരെ വലിയൊരു നേട്ടവും വളരെ പെട്ടെന്ന് തന്നെ BJP ആഗ്രഹിക്കുന്ന തരത്തിൽ എത്തിച്ചേരുന്നതിന് സാധിക്കും. അല്ലാതെ ഇവിടെ PC നേതാവായി പോകും എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹത്തെ പിന്തുണയ്ക്കാതെ പോകുന്ന ഒരവസ്ഥ. നിങ്ങളുടെ കൂടെ മാധ്യമങ്ങളില്ല BJP, അത് നിങ്ങൾ ആലോചിക്കണം. PC ജോർജിന്റെ കൂടെ ഈ വിഷയത്തിനകത്ത് BJP ഇല്ലെന്ന് വരുത്തി തീർക്കുന്ന റിപ്പോർട്ട് കഴിക്കാൻ ശ്രമിച്ചതാ. ഇന്നിപ്പോ PC ജോർജിന്റെ കൂടെ BJP-കാരുണ്ട്. BJP-കാരൻ നെഞ്ചു വെച്ച് നിൽക്കുന്നതാണ് നമ്മൾ രാവിലെ TV കൂടെ കാണുന്നത്. BJP-യുടെ ഈ പറയുന്ന കോട്ടയത്തെ 2 ജില്ലാ പ്രസിഡന്റുമാരുണ്ട്. അറസ്റ്റ് ചെയ്യാൻ പോലീസ് രാവിലെ വന്നു. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നൊരു വാർത്ത ഉണ്ടാക്കിയാൽ പിണറായി സഖാവിന് അതിന്റേതായ ഗുണമുണ്ടാവുന്നത് കണ്ടാണ്. അപ്പൊ അറസ്റ്റ് ചെയ്യുന്നില്ല, ഞങ്ങൾ വന്ന് അറസ്റ്റ് വരിക്കുന്നേ ഉള്ളെന്ന് പറയാൻ BJP-കാരനാണ് അവിടെ ഉള്ളത്. BJP-കാരൻ നേതാക്കന്മാർ പത്രസമ്മേളനത്തിൽ കൂടി ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഏറ്റെടുത്ത് സംസാരിക്കുന്നുണ്ട്. അതായത് ഒരു ന്യൂനപക്ഷമായിട്ടുള്ള ടെററിസ്റ്റുകൾക്ക് വേണ്ടി ഇവിടുത്തെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും DYFI SFI ഒക്കെ നിൽക്കുന്നു. അതിന് മറിച്ച് പറയുന്നു, അല്ലെങ്കിൽ അവരുടെ ഉപദ്രവത്തിന്റെ ഭാഗമാകുന്ന ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദുവിന് വേണ്ടി സംസാരിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള സംസാരം വന്നുകൊണ്ട് ആ രീതിയിലുള്ള ഒരു വിഷയം ഏറ്റതുകൊണ്ടാണ് PC അറസ്റ്റിലേക്ക് പോകുന്നത് എന്ന രീതിയിലേക്കാണ് സംസാരം വരുന്നത്. ആ ചർച്ച എല്ലാ രീതിയിലും കൊണ്ടു കയറുന്നതിനും അല്ലെങ്കിൽ അത് ഏറ്റെടുക്കുന്ന രാഷ്ട്രീയത്തിലേക്കും പോയാൽ വളരെ വലിയൊരു മുന്നേറ്റം BJPക്ക് ഇവിടെ സാധ്യമാവും. അതായത് നമ്മൾ പറഞ്ഞു വെക്കുന്നത് PC കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോക നിലവാരത്തിൽ വരെ എത്തിച്ചേർന്നിരിക്കുന്നു. PC അന്തർദേശീയ തലത്തിൽ വലിയ നേതാവായിരിക്കുന്നു. അത് മനസ്സിലാക്കി BJP അദ്ദേഹത്തിന്റെ മുദ്രാവാക്യവും അദ്ദേഹത്തെ ഏറ്റെടുത്ത് പോയാൽ വലിയൊരു മുന്നേറ്റം BJPക്ക് കേരളത്തിൽ വളരെ അതിവിദൂരമല്ലാതെ ഉണ്ടാകും അല്ലെങ്കിൽ സാധ്യമാകുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.